എനിക്ക് എടുത്തു പറയാവുന്ന ചില നല്ല വേഷങ്ങൾ തന്നിട്ടുള്ളത് ജോഷി സാറ്. ജോഷി സാറിൻ്റെ നരൻ എന്ന് പറഞ്ഞ സിനിമയിൽ നരൻ അത് സിനിമയില് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് 56 ദിവസം ഞാനൊക്കെ ലൊക്കേഷനിൽ അതിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ, ജയരാജേട്ടൻ, അതുപോലെ മണികണ്ഠൻ പട്ടാമ്പി, വിജയൻ പെരിങ്ങോട്, അങ്ങനെ കുറച്ച് ആളുകൾ, ഒരു കവല സെറ്റപ്പ് ഉണ്ടായിരുന്നു. ആ ജംഗ്ഷനിലെ കടകളിൽ മെയിൻ ആൾക്കാരായിട്ട്. അപ്പം ഞാനൊരു ബ്രോക്കറാണ്, കല്യാണ ബ്രോക്കർ ഗോവിന്ദൻ എന്ന ക്യാരക്ടർ. അതൊക്കെ രഞ്ജൻ പ്രമോദ് ആയിരുന്നു അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. രഞ്ജനാണ് ജോഷ് സാറിനെ പരിചയപ്പെടുത്തുന്നതൊക്കെ. അതേപോലെ തന്നെയാണ് രഞ്ജൻ തന്നെയാണ് സത്യനന്ദിക്കാടിനെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ സത്യേട്ടൻ്റെ പടത്തിൽ അച്ചുവിൻ്റെ അമ്മയിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അങ്ങനെ തുടർച്ചയായിട്ട് പിന്നെ 5-8 സിനിമകളിൽ സത്യേട്ടൻ. അതൊക്കെ 2003, 2004 മോഹൻലാൽ സാറായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, സംസാരിച്ച ഇന്ററാക്ഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഉണ്ട്. അപ്പൊ ലൊക്കേഷനിൽ അങ്ങനെ ആ പുള്ളി രാവിലെ ഒന്ന് വന്നാൽ വിഷ് ചെയ്യും, അപ്പോൾ ഈ നരനിലൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടു പോയത് അദ്ദേഹത്തിൻ്റെ ഒരു ഡെഡിക്കേഷനാണ്. അതായത് ആ മരം പിടിക്കുന്നൊക്കെ സീന്, ആ പുഴ എന്ന് പറഞ്ഞാൽ അപ്പുറത്തൊരു ഡാം തുറന്നു വിടുന്ന വെള്ളം, ഒക്കനാക്കൽ ആണ് സ്ഥലം. ഒക്കനാക്കൽ അവിടെ നമ്മളുടെ തമിഴ്നാടിൻ്റെ കർണാടക ബോർഡറാണ്. ഈ പുഴ അക്കരെ കർണാടക, ഇക്കരെ തമിഴ്നാട്. അത് നമ്മളെ ഇതിൻ്റെയൊക്കെ അടുത്താണ്. സേലമൊക്കെ കഴിഞ്ഞിട്ട് ധർമ്മപുരി ഒക്കെ അതിൻ്റെയൊക്കെ അടുത്താണ്. അപ്പോൾ രാവിലെ ആ വെള്ളത്തിൽ ഒട്ടും തണുപ്പാണ്. ആ വെള്ളത്തിന് രാവിലെ പുള്ളി ഒരു ഹാഫ് ട്രൗസറ്, ഒരു ബ്ലാക്ക് ടീഷർട്ട് നിന്ന് കൈയൊന്നുമില്ലാത്ത ടീഷർട്ടൊക്കെ ഇട്ടിട്ട് വെള്ളത്തിലങ്ങ് ഇറങ്ങിയിട്ട് ആ ഷൂട്ട് ഫസ്റ്റിലൊരു 9 മണിക്കൊക്കെ 8 മണിക്കൊക്കെയാണ് ഫസ്റ്റ് ഷോട്ട് തുടങ്ങുന്നത്. അതിൽ ഇറങ്ങിയിട്ട് പിന്നെ ഇടയ്ക്കൊന്ന് കരയിൽ കയറും. എന്നിട്ട് ആ തണുപ്പൊന്ന് മാറ്റാൻ ഒരു 2 പഫ് സിഗരറ്റൊക്കെ എടുത്തിട്ട് വീണ്ടും ചാടും. അങ്ങനെ വൈകുന്നേരം വരെ അങ്ങനെ വെള്ളത്തിൽ കിടന്ന്, ആ വെള്ളത്തിൽ ചീങ്കണ്ണി വരെ ഉണ്ടാവുന്ന പറയുന്നത്. തുറന്നു വിടുന്ന അപ്പൊ അതിലൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഭയങ്കരമായിട്ട് നാച്ചുറലായ സംഭവങ്ങളൊക്കെ. അതൊരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു. ആ സിനിമ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ടി വിയിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യം. അപ്പൊ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ജോഷി സാറ് ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ഒരു സംവിധായകൻ പറയാൻ കാരണം, നമുക്ക് എപ്പോഴും വേണമെങ്കിലും ജോഷി സാറിനെ വിളിക്കാന്നുള്ളതാണ്. വിളിച്ചാൽ റെസ്പോണ്ട് ചെയ്യാതിരിക്കില്ല. ആ സമയത്ത് ഫോൺ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ചു വിളിക്കും. ഇപ്പൊ പുറത്തേക്ക് പുള്ളിക്ക് ഭയങ്കരമായിട്ടൊരു ഇമേജാണ്, ഒരു സ്വേച്ഛാധിപതിയുടെ. പക്ഷെ നല്ല നമ്മളെ സ്നേഹിക്കുന്ന ഒരു മനസ്സുള്ളൊരു അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു പോസിറ്റീവാണ് അത് കാര്യം. പക്ഷെ പല സംവിധായകരെ നമ്മൾ കണ്ടിട്ടുള്ളത്, നമ്മൾ നിലനിൽപ്പിന് പ്രശ്നമാണ്. നമ്മൾ അങ്ങോട്ട് വിളിക്കണം, വിളിച്ചാൽ നീ പിന്നെ വിളിക്കുക, ഞാനൊരു തിരക്കിലാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുന്ന കുറേ സംവിധായകരുണ്ട്. പക്ഷെ അതിനേക്കാൾ അക്കൂട്ടത്തിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ജോഷ് സാറൊക്കെ അങ്ങനെയാണ്. ഇപ്പോഴും നമ്മളെപ്പോലെയുള്ള ആർട്ടിസ്റ്റുകൾ, വളരെ ചെറിയ ആർട്ടിസ്റ്റുകളോടൊന്നും അങ്ങനെയൊന്നും ഒരു കാണിക്കണം. ജോഷ് സാറിന് ഒരു 5-8 സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറേ സിനിമകൾ തന്നിട്ടുള്ള ഒരു സംവിധായകൻ റോഷൻ ആൻഡ്രൂസാണ്. റോഷൻ ആൻഡ്രൂസിൻ്റെ ഇവിടം സ്വർഗമാണ് സിനിമയിലാണ് ഞാൻ. നല്ല മൂവിയാണ്.